ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു ടോപ്പിക്കിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും നമ്മുടെ സംസ്ഥാനമായ കേരളത്തെ സംബന്ധിച്ചും. അതായത് എല്ലാ വർഷവും നമ്മുടെ രാജ്യത്ത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആം, വിഭാഗമാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഇന്ത്യയിലെ ക്രൈമുകളെക്കുറിച്ച്, എല്ലാ തരത്തിലുള്ള ക്രൈമുകളെക്കുറിച്ചും റെക്കോർഡ് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആണ്, NCRB ആണ്. അപ്പോൾ എല്ലാ വർഷവും ഈ NCRB അവരുടെ റിപ്പോർട്ടുകൾ, റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്രൈമുകളുടെ റിപ്പോർട്ടുകൾ പുറത്ത് വിടുന്നതിന് പതിവുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളെക്കുറിച്ചും രാജ്യത്തൊട്ടാകെയുള്ള ക്രിമിനൽ കേസുകളുടെ ഒരു റിപ്പോർട്ടാണെന്ന് പറഞ്ഞത്. അപ്പം അത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്, SCRB ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റേറ്റിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്, ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്. ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓരോ ജില്ലയിൽ നിന്നുള്ള റെക്കോർഡുകൾ, റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സിന് കൈമാറുകയും, ഇപ്പോൾ കേരളത്തിൽ 14 ജില്ലകളുണ്ട്. അപ്പോൾ 14 ജില്ലയെ സംബന്ധിച്ച് അതിൻ്റെ ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഉണ്ട്. അപ്പോൾ അവർ ഓരോ ജില്ലയിലുമുള്ള DCRB അവർ കളക്ട് ചെയ്യുന്ന റിപ്പോർട്ടുകൾ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയ്ക്ക് അയക്കുകയും, ഇന്ത്യയിലെ എല്ലാ SCRBയിൽ നിന്നും ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ കളക്ട് ചെയ്തിട്ടാണ് രാജ്യത്തിൻ്റെ ഒട്ടാകെയുള്ള ക്രൈം റെക്കോർഡ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ക്രൈം സിനാറിയെ കുറിച്ച് NCRB റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ മെഗാ സിറ്റീസിനെ കുറിച്ചും, അതായത് ഒരു മില്യൺ, 10 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതിനാണ് മെഗാ സിറ്റീസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച്, മെഗാ സിറ്റീസിനെ കുറിച്ചും ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ക്രൈം ഇൻ ഇന്ത്യ 1953 ഫസ്റ്റ് എഡീഷൻ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഈ ലേറ്റസ്റ്റ് എഡീഷൻ 2022 പക്ഷേ ഇപ്പം നമുക്ക് 2024 ലഭ്യമായത് എന്ന് പറയുന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കാം, എന്താണ് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെയും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെ ക്രൈം റെക്കോർഡ്സിനെ കുറിച്ച് നമുക്ക് കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇത് കേരള പോലീസിൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ എന്താണ് നമ്മുടെ രാജ്യത്തെ ക്രൈമിനെ കുറിച്ച് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2020 ഇന്ത്യയുടെ ക്രൈം റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 487.8 ഇൻസിഡൻസ് പെർ 1 ലാക്ക്. 1 ലക്ഷം ആൾക്കാർക്ക് 487.8 ഇൻസിഡൻസ് എന്നുള്ള കണക്കായിരുന്നു. അപ്പോൾ അത് 2021 അത് കുറഞ്ഞിട്ടുണ്ട്, 445.9 എന്നുള്ള ഇതിലേക്ക് അത് കുറഞ്ഞിട്ടുണ്ട്. 2020 നിന്ന് 2021 അപ്പം 2025 റിപ്പോർട്ട് വന്നിട്ടില്ല. ശരിക്കും ഇവിടെ പറയുന്നത്, ഈ ടൈറ്റിലിൽ പറയുന്നത് ലേറ്റസ്റ്റ് ക്രൈം റേറ്റ് റിപ്പോർട്ട് ഓഫ് ഇന്ത്യ 2025 എന്നാണ്. 2025 ക്രൈം റേറ്റ് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം ജനുവരി ഫെബ്രുവരി ആയതേ ഉള്ളൂ. 2024 കണക്കിലായിരിക്കും നമുക്ക് ലഭ്യമായിട്ടുള്ളതാണ്. അപ്പം 2024 ഓവറോൾ ക്രൈം റേറ്റ് 445 തെറ്റാണ് അവരോട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കറക്റ്റ് ചെയ്യേണ്ടി വരും. 445.9 പെർ 1000 പീപ്പിളാണ് 2025 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2025 2024 ആയിരിക്കും. 2025 അത് ലഭ്യമായിട്ടില്ല, കാരണം 25 ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളല്ലേ. 2024 റിപ്പോർട്ടാണ്. എല്ലാത്തിനും 2025 എന്നുള്ളതാണ്. 2024 ഇന്ത്യസ് ക്രൈം റേറ്റ് സ്റ്റുഡ് അറ്റ് 445.9 പെർ 100,000 പീപ്പിൾ. അതായത് 1 ലക്ഷം ആൾക്കാർക്ക് 445.9 എന്ന റേറ്റിലാണ്. ഇപ്പം 2020 487.8 എന്ന കണക്കിൽ നിന്നും ഇത് കുറഞ്ഞിട്ടുണ്ട്. അപ്പം അതനുസരിച്ചിട്ട് നമ്മുടെ ഓവറോൾ ക്രൈം റേറ്റ് 445.9 2023 അപേക്ഷിച്ച് 0.56% കുറഞ്ഞിട്ടുണ്ട്. ക്രൈം റേറ്റിന് അതിൽ കുറവ് വന്നിട്ടുണ്ട്.
അപ്പോൾ ആ കുറവ് വന്നതിൻ്റെ കാരണം അവർ പറയുന്നത് കൂടുതൽ പോലീസിങ് എഫക്റ്റീവായി, അല്ലെങ്കിൽ പോലീസ് സർവൈലൻസ് സൂപ്പർവിഷനൊക്കെ എഫക്റ്റീവായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് NCRB പറയുന്നത്. അപ്പോൾ ക്രൈം കാറ്റഗറീസ് ആണ് ഇവിടെ പറയുന്നത്. തെഫ്റ്റ് ഏറ്റവും കൂടുതൽ, മോസ്റ്റ് പ്രിവലന്റ് ക്രൈം ഏറ്റവും കൂടുതൽ ഇന്ത്യ നടക്കുന്ന തെഫ്റ്റ് ആണെന്ന് പറഞ്ഞത്. പിന്നെ റോബറി, അസോൾട്ട്, പിന്നെ റേപ്പ് കേസസ് 1.1% കഴിഞ്ഞ വർഷങ്ങളിൽ കൂടിയെന്ന് പറയുന്നുണ്ട്. കിഡ്നാപ്പിങ്സ് 5.1% കൂടിയിട്ടുണ്ട്. പിന്നെ റീജിയണൽ ക്രൈംസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അർബൻ വേഴ്സസ് റൂറൽ, അതായത് ഗ്രാമങ്ങളും നഗരങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നഗരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത്. പിന്നെ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നത് പിന്നെ ഉത്തർപ്രദേശാണ്. നമുക്ക് നോക്കാം, അതിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. പിന്നെ റൈസിങ് കൺസേൺ, ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങൾ സൈബർ ക്രൈംസ് വർദ്ധിച്ചു വരുന്നുണ്ട്. അതുപോലെ ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനങ്ങൾ, ഗാർഹികമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുള്ള അക്രമങ്ങൾ, അതൊക്കെ കൂടി വരുന്നുണ്ട്. പിന്നെ ക്രൈം റേറ്റ് ചേഞ്ച് ചെയ്തതിനുള്ള, അല്ലെ സ്ലൈറ്റ് ആയിട്ടാണെങ്കിലും അത് കുറവായതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് പോലീസ് പ്രസൻസ്, ഇംപ്രൂവ്ഡ് ലോ എൻഫോഴ്സ്മെന്റ്, പബ്ലിക് അവയർനെസ്, ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതിലുള്ള ചില വെല്ലുവിളികൾ പറയുന്നുണ്ട്. അത് റിപ്പോർട്ടിനെ ബേസ് ചെയ്യണം. ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ടിനെ അനുസരിച്ചാണ്. പോലീസ് ട്രെയിനിങ് ഒരു വിഷയമാണ്. അതായത് ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് വീണ്ടും ആ, കൂടുതലായിട്ട് പോലീസ് സേനയ്ക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. റിസോഴ്സ് അലൊക്കേഷൻ, വിഭവങ്ങൾ കുറവാണ് പോലീസിന്. ഇപ്പം എല്ലാ സംസ്ഥാനത്തും പോലീസിനായി നീക്കി വച്ചിരിക്കുന്ന വിഭവങ്ങൾ, റിസോഴ്സ് കുറവാണ്. അപ്പോൾ അത് കൂടുതൽ വിഭവങ്ങൾ പോലീസ് സേനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവർക്ക് കൂടുതൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ട്രെയിനിങ് ഒക്കെ നൽകേണ്ടിയിരിക്കുന്നു. പിന്നെ കമ്മ്യൂണിറ്റി കൊളാബറേഷൻ എന്നുവെച്ചാൽ പൊതു സമൂഹത്തിൻ്റെ ഒരു പോലീസുമായിട്ടുള്ള ഒരു സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ 2024 ക്രൈം റേറ്റ് ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് നോക്കുമ്പം 7.4 ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ. പിന്നെ അരുണാചൽ പ്രദേശ്, ജാർഖണ്ഡ്, മേഘാലയ, ഡൽഹി, ആസാം, ഛത്തീസ്ഗഡ്, ഹരിയാന, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, ഇങ്ങനെയാണ് അതിൻ്റെ ക്രമത്തിലാണ്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തർപ്രദേശിൽ ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും പിന്നെ നാഷണൽ ആവറേജിനേക്കാൾ അവർക്ക് കുറവാണെന്നും പറയുന്നുണ്ട്. ഒന്നാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2024 ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉത്തർപ്രദേശിലാണ്. 2022 171.6%. അത് നാഷണൽ ആവറേജ് ആയിട്ടുള്ള 258.1-നെക്കാളും താഴെയാണ്. 700 മൊത്തവും ഇൻസിഡൻസ് 7,53,675. അപ്പം ക്രൈം റേറ്റ് കൂടുതലുള്ള മറ്റ് സംസ്ഥാനങ്ങളാണ് മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, തമിഴ്നാട്, കേരള, ബീഹാർ. ഇതൊക്കെ ഈ പിന്നെ ചാർജ് ഷീറ്റ് ബേസ് ചെയ്താണെന്ന് തോന്നുന്നു ഇത്രയും ക്രൈം റേറ്റ് കൂടുതലാണ്. പിന്നെ ലോവസ്റ്റ് ക്രൈം റേറ്റ് ഉള്ള സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നാഗാലാൻഡാണ്. 2021 22 NCRBയുടെ ഡേറ്റ അനുസരിച്ച് ഉത്തർപ്രദേശിൽ നമ്മൾ മുമ്പേ പറഞ്ഞ 171.6%. അത് നാഷണൽ ആവറേജ് ആയിട്ടുള്ള 258.1-നെക്കാളും കുറവാണ്. നാഷണൽ ആവറേജിനേക്കാളും കുറവാണ് ഉത്തർപ്രദേശിൽ. 2021 ഏറ്റവും കൂടുതൽ ക്രൈം ഉള്ളത് ഡൽഹിയിലായിരുന്നത്. പിന്നെ ലോവസ്റ്റ് ക്രൈം ഡിയാൻഡ് ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു ഈ സ്ഥലത്താണ്. 2016 ഡൽഹിയിൽ ഏറ്റവും കോഗ്നിസബിൾ ക്രൈം, ഏറ്റവും കൂടിയ റേറ്റ് ഡൽഹി തന്നെയായിരുന്നു. അതായത് 1,00,000 ആൾക്കാർക്ക് 160.4 എന്നുള്ള കണക്കിലാണുള്ളത്. അപ്പോൾ 2020 മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഇന്ത്യയിൽ 2020 ക്രൈം റേറ്റ് 487.8 പെർ 100,000. അതായത് 1,00,000 ആൾക്കാർക്ക് 487.8. 21 ആയപ്പോഴത്തേക്ക് അത് കുറഞ്ഞിട്ടുണ്ട്, 445.9 ആയിട്ടുണ്ട്. 2022 വീണ്ടും കുറഞ്ഞ് 422.2 ആയിട്ടുണ്ട്. 23 ഡേറ്റ അവൈലബിൾ അല്ല. 24 445.9 ആയിട്ടുണ്ട്. അതായത് 2022 കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ കുറഞ്ഞിട്ടുണ്ട്, ക്രൈം റേറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഡേറ്റ അനുസരിച്ചിട്ട്. 23 ഡേറ്റ
ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശിലാണ് 7.4 പെർ ക്യാപിറ്റ ക്രൈം റേറ്റ് ആണ്. പിന്നെ അരുണാചൽ പ്രദേശ് 5.8, ജാർഖണ്ഡ് 5.3, മേഘാലയ 5.1, അങ്ങനെ ആന്ധ്രാപ്രദേശ് 3.6. ആദ്യത്തെ 10 സ്ഥലങ്ങളാണ് ഉത്തർപ്രദേശ്, അരുണാചൽ പ്രദേശ് തുടങ്ങി ഇങ്ങോട്ടുള്ളത്. പിന്നെ ക്രൈമിനകത്തുള്ള ഈ പ്രധാനപ്പെട്ട ട്രെൻഡുകൾ എന്ന് പറയുന്നത് ഹോമിസൈഡ്, അസോൾട്ട്, തെഫ്റ്റ്, റോബറി, അതുപോലെ സെക്സ്വൽ ഒഫൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ക്രൈമിൻ്റെ ട്രെൻഡുകൾ. ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്രൈമുകൾ ഇതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ സമൂഹത്തിൽ ക്രൈം വർദ്ധിച്ചു വരുന്നതിൻ്റെ ഈ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഫലങ്ങൾ സമൂഹത്തിലും സമ്പദ് വ്യവസ്ഥയിലും ഒക്കെ എന്താണെന്നുള്ളത് ആ റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ കൂടുതൽ വിവരിക്കുന്നില്ല. അതൊക്കെ നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. 24 ക്രൈം റേറ്റ് ഇത്ര മനസ്സിലാക്കുക 445.9 പെർ, അതായത് 1000 ആൾക്കാർക്ക് 445.9 എന്നുള്ള കണക്കാണ്. 2020 കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം വളരെ കൂടിയിട്ടുണ്ട് രാജ്യവ്യാപകമായിട്ട്. നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമാണത്. സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയൊക്കെയുള്ള ക്രൈമുകൾ നിരന്തരം കൂടി വരുന്നതാണ്. ഈ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ക്രൈം ഉള്ളത്. അവിടെ തെഫ്റ്റ്, റോബറി, അസോൾട്ട് ഇതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമുകളായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈമിൻ്റെ കാറ്റഗറിയിൽ നിൽക്കുന്ന ഹോമിസൈഡ്, അസോൾട്ട്, തെഫ്റ്റ്, സൈബർ ക്രൈം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ക്രൈം റേറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് നാഗാലാൻഡ് ആണെന്ന് പറയുന്നുണ്ട് 24 കണക്കനുസരിച്ചിട്ട്. കാരണം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വളരെ സേഫായിട്ടുള്ള സ്ഥലം ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നാഗാലാൻഡ് ഇന്ത്യയിലെ ഏറ്റവും സേഫായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള സ്ഥലമാണെന്ന് ഈ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെ ക്രൈം റേറ്റ് കുറഞ്ഞിരിക്കുന്ന സ്ഥലം നാഗാലാൻഡ് ആണെന്ന് ആണ് ഈ റിപ്പോർട്ട് അനുസരിച്ച്, നമ്മുടെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഇന്ത്യയിലെ ഓവറോൾ ക്രൈം റേറ്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. കേരളത്തിലെ ക്രൈം റേറ്റിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പോലീസിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രൈം അഗനസ്റ്റ് ഇപ്പം ടോട്ടൽ ക്രൈം കേസസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പത്രവാർത്ത ആണ് ഇത്. ഡാറ്റ എല്ലാം അതിൽ തന്നെ എടുത്താണ്. സ്ത്രീകളോട് കരുണയില്ലാതെ സംസ്ഥാനത്ത് റേപ്പ് കേസുകളും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് വയലൻസും എല്ലാം കൂടി വരുന്നു എന്നുള്ളൊരു കണക്കാണ്. അത് നമുക്ക് വെബ്സൈറ്റിലെ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കഴിഞ്ഞ വർഷം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകൾ, കഴിഞ്ഞ വർഷം 2024 കുട്ടികൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങൾ 13% കുറഞ്ഞെങ്കിലും സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളിലും പോക്സോ കേസുകളിലും എടുത്തു പറയാൻ മാത്രം കുറവില്ല. യഥാക്രമം 0.49%, 1.02% മാത്രം കുറവാണുള്ളത്. കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ബോധവൽക്കരണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാണ് പറയുന്നത്. റേപ്പ് കേസുകൾ കൂടിയിട്ടുണ്ട്, സ്ത്രീധന മരണം കുറഞ്ഞു. സ്ത്രീകൾക്ക് നേരെയുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് 2023 18,980 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. നമ്മൾ ഈ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ ക്രൈം അഗൈൻസ്റ്റ് വുമൺ നോക്കിക്കഴിഞ്ഞാൽ 2023 18,980, അത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കറക്റ്റാണ് നോക്കാം. 18,980 2023. 2024 18,887 അത് കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. 18,887 പോലീസ് വെബ്സൈറ്റിലെ ഡാറ്റ അനുസരിച്ച് കറക്റ്റാണ്. 18,980 നിന്ന് 18,887 കുറഞ്ഞു. 93 കേസുകൾ കുറവാണ് ഉള്ളതെന്ന് പറയുന്നത്. എന്നാൽ റേപ്പ് കേസുകൾ 2,562 നിന്ന് 2,901. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിനുള്ള റേപ്പ് 2023
2562 നിന്നും 2901 വർദ്ധിച്ചിട്ടുണ്ട്. ഓവറോൾ കേസുകൾ, ടോട്ടൽ കോഗ്നിസബിൾ ക്രൈംസ് അഗൈൻസ്റ്റ് വിമൺ, അതായത് സ്ത്രീകൾക്കെതിരെയുള്ള മൊത്തം കുറ്റകൃത്യങ്ങൾ 2023 18,950 ആയിരുന്നു. അത് 18,887 കുറഞ്ഞെന്ന് പറയുന്നുണ്ട്. പക്ഷേ റേപ്പ് കേസിൽ 2,562 നിന്നും 2,901 കൂടിയിട്ടുണ്ട്. 23, 24 വർഷങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ 2016 മുതലുള്ള ഡേറ്റ നമുക്ക് അവൈലബിൾ ആണ്. 2016 മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്രൈമും, റേപ്പ്, മൊളസ്റ്റേഷൻ, കിഡ്നാപ്പിംഗ്, അബ്ഡക്ഷൻ, ഈറ്റീസിങ്, ഡൗറി എന്ന് വെച്ചാൽ സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട്, പിന്നെ ഹസ്ബൻഡിൻ്റെയോ അതുപോലെ തന്നെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളുടെയൊക്കെ പക്കൽ നിന്നുള്ള ക്രൂരതകൾ. അപ്പോൾ അതൊക്കെ കൂടിയിട്ടുണ്ട്. 3,455 നിന്നും 4,515, 4,710, 4,998. അപ്പോൾ ഇത് ഓരോ വർഷത്തെയും കണക്കുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡൗറി ഡെത്ത് കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി. 2014 25 തുടങ്ങി കുറഞ്ഞ് 3 വരെ ആയിട്ടുണ്ട്. ഡൗറി ഡെത്ത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ റേപ്പ് ഓവറോൾ കൂടിയിട്ടുണ്ട്. മൊളസ്റ്റേഷൻ, മറ്റു രീതിയിലുള്ള സ്ത്രീകൾക്കെതിരെയുള്ള പിന്നെ കുറ്റകൃത്യങ്ങൾ, അവരെ ശല്യം ചെയ്യുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അതും മോറോലെസ് വർധനമുണ്ട്. പക്ഷെ നേരിയ വർധനമാണ് ഓരോ വർഷം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 2,562 നിന്നും 2,901 റേപ്പ് കേസുകൾ 2023 നിന്നും 24 12% വർധന ഉണ്ടായിട്ടുണ്ട്. ഭർത്താവും ഭർത്തൃ വീട്ടുകാരും നടത്തുന്ന പീഡനങ്ങളാണ് എണ്ണത്തിൽ മുന്നിൽ. അത് നമുക്ക് നോക്കാം. ക്രൂവൽറ്റി ബൈ ഹസ്ബൻഡ് റിലേറ്റീവ്സ് 3,455 നിന്നും 4,515 വന്നിട്ടുണ്ട്. 2021 22 നല്ല വർധന ഉണ്ടായിട്ടുണ്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ. പിന്നെ മറ്റ് ഒഫൻസുകളുടെ ആണ് ഏറ്റവും അവസാനം പറയുന്നത്, അതിലും വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ക്രൈം നമ്മൾ സ്ത്രീകൾക്കെതിരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 15,114 നിന്നും 18,857, 2016 നിന്നും വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 23 നിന്നും 24 കുറവുണ്ടായിട്ടുണ്ട് മാത്രം. അപ്പോൾ മറ്റ് ടോട്ടൽ ക്രൈം നമുക്കൊന്ന് എടുത്ത് നോക്കാം. ടോട്ടൽ ക്രൈം കേസസ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്, നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഗ്രാഫ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടൊരു കുറവ് വന്നിട്ട് വീണ്ടും അതിനകത്തിലൊരു വർധനവ് വന്നിട്ട് ഇവിടെ കുറവ് വന്നിട്ട് 2022 വീണ്ടും കുറവ് വന്നിട്ട് അത് 2023 ആയപ്പോഴത്തേക്ക് കൂടിയിട്ടുണ്ട്. വീണ്ടും 24 കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അലാമിങ് സിറ്റുവേഷൻ ഒന്നുമല്ല, അത്രയ്ക്ക് ഭയപ്പെടുന്ന സിറ്റുവേഷൻ ഒന്നുമില്ല. എന്നാൽ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാം. ഓവറോൾ ക്രൈം 2016 ടോട്ടൽ BNS IPC ഇന്ത്യൻ പീനൽ കോഡ് ആയും ടോട്ടൽ SLL കേസസ് എന്നാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം. SLL കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ ആൻഡ് ലോക്കൽ ലോസ് കേസസ് എന്നാണ്. സ്പെഷ്യൽ ആൻഡ് ലോക്കൽ കേസസ് അതെന്താണെന്ന് നോക്കാം നമുക്ക്. അപ്പം ടോട്ടൽ BNS ഇപ്പോഴത്തെ പുതിയ ന്യായ സംഹിത എന്തോ, അതാണ് പുതിയ നിയമം. പിന്നെ IPC കേസസ്, പിന്നെ ടോട്ടൽ SLL കേസ്, ഇതിൻ്റെ രണ്ടിൻ്റെ കൂടെ ടോട്ടലാണ്. ടോട്ടൽ ഒരു വർഷത്തെ കാണുമല്ലോ. അപ്പോൾ അത് നമ്മൾ 2016 7,07,870 മുതൽ 2024 5,04,757 കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും കേസുകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇല്ലേ? 2024 ജാനുവരി 28 വരെയുള്ള കണക്കുകൾ, ജാനുവരി 22 ഇത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. 2024 ഡിസംബർ വരെയുള്ള കണക്കുകളാണ്. അപ്പോൾ നമ്മൾ 2016 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ SLL കേസസ് 4,47,000 നിന്നും 3,05,923 കുറഞ്ഞിട്ടുണ്ട്. കേസുകളുടെ എണ്ണം, ടോട്ടൽ ക്രൈംസ് കുറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ക്രൈംസ് ഇത് കൃത്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളാണ് കേട്ടോ. പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒരു കേസുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുമല്ലോ തീർച്ചയായിട്ടും.
അപ്പം അതുകൂടെ പരിഗണിക്കുമ്പോൾ ഒരുപക്ഷെ ക്രൈം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇത് പോലീസ് സിസ്റ്റത്തിൽ ഇപ്പം നമ്മളൊരാൾ ഒരു ക്രൈം നടന്നു, ഒന്നുകിൽ പോലീസ് സ്വമേധയാ കേസെടുത്തു, അല്ലെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് നമ്മൾ കേസ് കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെ അത് പോലീസ് റെക്കോർഡിൽ, അല്ലെങ്കിൽ പോലീസിൻ്റെ സിസ്റ്റത്തിൽ പോലീസ് റെക്കോർഡിൽ വരുന്ന കേസുകളുടെ എണ്ണം മാത്രം പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ടോട്ടൽ കേസുകൾ 2016 നിന്നും 7,07,870 നിന്നും 5,04,157 ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിലൊരു കുറവ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇൻഡിവിജ്വലി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഓരോ കേസുകളും കൂടിയിട്ടുണ്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ക്രൈം അഗനസ്റ്റ് ചിൽഡ്രൻ, ക്രൈം അഗനസ്റ്റ് വിമൻ ഒക്കെ നമ്മൾ നോക്കിയാണ്. ഇപ്പോൾ ക്രൈം അഗനസ്റ്റ് പോക്സോ കേസ് നമ്മൾ നോക്കാം. പോക്സോ കേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇയർ കൊടുത്തിട്ടില്ല. ഈ 2024 2024 2024 പോക്സോ കേസസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. തിരുവനന്തപുരം അല്ല, മലപ്പുറം. മലപ്പുറത്താണ്. മലപ്പുറത്ത് 504 പോക്സോ കേസാണ് 2024 നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണെന്ന് തോന്നുന്നത് തന്നെ. അത് കഴിഞ്ഞ് തിരുവനന്തപുരം റൂറൽ 408. 408 രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് തിരുവനന്തപുരം റൂറലിലാണ്. ടോട്ടൽ കേസസ് രജിസ്റ്റേർഡ് ആണ് കേട്ടത്. രജിസ്റ്റേർഡ് കേസാണ്, എല്ലാം രജിസ്റ്റേർഡ് കേസാണ്. പോലീസ് സംവിധാനത്തിൽ, പോലീസ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകളാണ് നമ്മൾ ഈ കാണുന്ന റിപ്പോർട്ടുകൾ എല്ലാം തന്നെ. അപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത ഒത്തിരി കേസുകളുണ്ടാകും. അപ്പോൾ അതുകൂടെ നമുക്ക് പരിഗണിക്കുമ്പോൾ ടോട്ടൽ ക്രൈം നമ്മുടെ സംസ്ഥാനത്ത് ഇതിലും കൂടുതലായിരിക്കും എല്ലാ മേഖലകളിലും അതിൽ. അപ്പം മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പോക്സോ കേസ് 2024 റിപ്പോർട്ട് ചെയ്യപ്പെട്ട 504 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട 504 കേസുകൾ. രണ്ടാമത് തിരുവനന്തപുരം റൂറലിലാണ്. ഏറ്റവും കുറവ് റെയിൽവേ പോലീസ് ഏറ്റവും അവസാനം ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെയിൽവേ പോലീസ് 11. അതൊരു വിഷയമല്ല. ഏറ്റവും കുറവ് റെയിൽവേ പോലീസാണ്. റെയിൽവേ പോലീസ് പറഞ്ഞാൽ അത് ഒരു സ്ഥലമല്ലല്ലോ. ഇപ്പം നമുക്ക് റെയിൽവേ പോലീസ് റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളാണ്. അല്ലാതെ നമ്മൾ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ കാസർഗോഡ്, കണ്ണൂർ സിറ്റി, വയനാട്, കോഴിക്കോട്, മലപ്പുറം, എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട ഒക്കെ ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ട്, മിക്കവാറും എല്ലാ ഡിസ്ട്രിക്റ്റും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്ന കണ്ണൂർ 96. കണ്ണൂർ സിറ്റി അല്ല, കണ്ണൂർ 96. അപ്പോൾ കണ്ണൂർ സിറ്റി 112. ഏറ്റവും കൂടുതൽ മലപ്പുറത്ത് തന്നെയാണ്. രണ്ടാമത് നിൽക്കുന്നത് തിരുവനന്തപുരം റൂറൽ പോലീസ്, അല്ലെങ്കിൽ പോലീസ് പരിധിയിൽ വരുന്നതായിരിക്കും ഈ പറഞ്ഞ ക്രൈം പോക്സോ കേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 2024 റെക്കോർഡ് മാത്രമേ ഉള്ളൂ നമുക്ക്. അതുകൊണ്ട് ഏത് വർഷം ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ പറ്റത്തില്ല. പിന്നെ ക്രൈം അഗൈൻസ്റ്റ് ചിൽഡ്രൻ, കുട്ടികൾക്കെതിരെയുള്ള പോക്സോ കേസല്ല, കുട്ടികൾക്കെതിരെയുള്ള മറ്റ് കേസുകൾ. അപ്പോൾ ടോട്ടൽ മർഡർ ഉണ്ട്. പോക്സോ കേസ് സെക്ഷൻ 4 and 6 ഓഫ് പോക്സോ ആക്ട്. കിഡ്നാപ്പിംഗ് ഉണ്ട്. ഫീറ്റിസൈഡ് ഉണ്ട്. ഫീറ്റിസൈഡ് നമ്മൾ ഭ്രൂണഹത്യ, അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, അതായത് ആത്മഹത്യാ പ്രേരണ, എക്സ്പോഷർ ആൻഡ് അബാൻഡൻമെന്റ്, പ്രൊക്കുറേഷൻ ഓഫ് മൈനർ ഗേൾസ്, ബൈങ് ഗേൾസ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. സെല്ലിംഗ് ഗേൾസ് ഫോർ പ്രോസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്, കുട്ടികളെ ബാലവിവാഹം കൂടിയിട്ടുണ്ട്. 8, 15, 18, 7, 8, 12, 6, 4, 11 ഗണത്തിൽ കൂടിയിട്ടുണ്ട്. കൂടുകയും കുറേയൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ 2,879 നിന്നും 5,140 കൂടിയിട്ടുണ്ട് ക്രൈംസ് അഗൈൻസ്റ്റ് ചിൽഡ്രൻ. കുട്ടികൾക്കെതിരെയുള്ള ക്രൈം കൂടിയിട്ടുണ്ട് 2016 നിന്നും 2024. 2016 2,879 ആയിരുന്നു.
അത് ക്രമാതീതമായി കൂടി 2023 കൂടുതലായിരുന്നു. അത് കുറഞ്ഞ് 5140 2024 എന്നാലും 16 ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിന് ഒരു വർധനവുണ്ട് എന്ന് നമുക്ക് കാണാം. കാരണം ഇവിടെ നമ്മൾ സ്റ്റീപ്പായിട്ട് ഇത് വർദ്ധിച്ച് 20 നിന്ന് കുറഞ്ഞു, 21 വീണ്ടും കൂടി, 22 വീണ്ടും കൂടി, 23 ഏകദേശം ഒരു സ്ലൈറ്റായിട്ടുള്ള വർധന ഉണ്ടായി. പിന്നെ 24 നേരിയ കുറവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റോഡ് ആക്സിഡൻറ്റും ഇപ്പം ടോട്ടൽ നമ്പർ ഓഫ് ആക്സിഡൻസിൻ്റെ എണ്ണം 2016 39,420 അത് 41,913. നമുക്ക് ആക്സിഡൻറ്റ്സ് വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത്. പിന്നെ ഡെത്തിൻ്റെ കാര്യത്തിൽ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 4,287 2016 2024 3,774 മാത്രമേ ആയിട്ടുള്ളൂ. ഏറ്റവും കുറവ് 2021 2020 2,979. ടോട്ടൽ ഇഞ്ചറീസ് കൂടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഡേറ്റ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന റോഡ് ആക്സിഡൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കേരള, റോഡ് ആക്സിഡൻസ് ബൈ കോസ് ബൈ റോഡ് ടൈപ്പ് ഓഫ് വെഹിക്കിൾ, ഇതൊക്കെ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അത് പിന്നെ സൈബർ കേസ് നമുക്ക് നോക്കാം. ഏറ്റവും വർദ്ധിച്ചു വരുന്നൊരു കേസാണ് സൈബർ കേസസ്. വേണ്ട 2016 നിന്ന് 2022 23 24 ആയപ്പോഴത്തേക്ക് സൈബർ കേസ് വളരെയധികം വർദ്ധിച്ചു. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2016 283 283 അത് 24 ആയപ്പോഴത്തേക്ക് 3,581 കുതിച്ചുയർന്നു. അപ്പം ടോട്ടൽ കോഗ്നിസബിൾ ക്രൈംസ് സൈബർ കേസാണ് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2016 17 18 19 18 നിന്ന് കുറവുണ്ട്, 20 426, 21 ഒത്തിരി കൂടി, 22 വീണ്ടും കൂടി, 23 22 അപേക്ഷിച്ച് ഭയങ്കരമായിട്ട് 23 കൂടി, 23 വളരെ കുറച്ച് ചേഞ്ചസ് 24 ഓവറോൾ അത് ക്രൈം കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാം. പിന്നെ ഉള്ളത് SC/ST അട്രോസിറ്റീസ് ആക്ട്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളിലും വർധന ഉണ്ടായിട്ടുണ്ട്. 810 2016 2024 ആയപ്പോഴത്തേക്ക് 1,203. SCക്കെതിരെയുള്ളതാണ്. പിന്നെ STക്കെതിരെയും 2024 126 നിൽക്കുന്നു, 2016 182. ഓരോ വർഷത്തെ കണക്കിൽ നമുക്ക് തുടങ്ങണം. ടോട്ടൽ നമ്മളെടുത്ത് നോക്കുമ്പോൾ 2016 SC/STക്കെതിരെ 992 കേസുകളായിരുന്നെങ്കിൽ 2024 ആയപ്പോഴത്തേക്ക് 1,269 ആയിട്ടുണ്ട്. കേസുകൾ കൂടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് പോക്സോ നമ്മൾ നോക്കിയതാണ്. മിസ്സിംഗ് കേസസ് ഉണ്ട്. മിസ്സിംഗ് കേസിൽ എന്താണ് ഇമ്പ്രൂവ്മെൻ്റ് നമുക്ക് നോക്കാം, പ്രോഗ്രസ് നോക്കാം. മിസ്സിംഗ് കേസും കൂടിയിട്ടുണ്ട്. 2016 7,435 2024 ആയപ്പോഴത്തേക്ക് 11,897 ആയിട്ടുണ്ട്. മിസ്സിംഗ് കേസും കൂടി വരികയാണ് ഓരോ വർഷം. നമ്മൾ നോക്കുകയാണെങ്കിൽ 2018 11,536, 19 12,802 അത് കുറഞ്ഞിട്ടുണ്ട് 20, പിന്നെ 21 9,713, 22 വീണ്ടും കൂടിയത്, 23 11,760, 24 ആയപ്പോൾ 11,897. ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. 2016 നിന്നൊരു വർധനമുണ്ടായി, 2019 വന്നിട്ട് പിന്നെ വീണ്ടും ഒരു കുറവുണ്ടായിട്ട് വീണ്ടും അതിന് വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മിസ്സിംഗ് കേസസ്, പിന്നെ കോപ്റ്റ വയലേഷൻസ്, റോഡ് ആക്സിഡൻസ്, സൈബർ കേസ് നമ്മൾ പറഞ്ഞാണ്. അപ്പോൾ ടോട്ടൽ ക്രൈം കേസാണ് നമുക്ക് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2016 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പിന്നെ കുറവ് കാണാം നമുക്ക്. 16 17 വന്നിട്ട് 18 19 കുറവ് വന്നിട്ട്
പിന്നെ ഒരു വർധന ഉണ്ടായിട്ട് വീണ്ടും 22 അത് കുറഞ്ഞിട്ട് 23 കൂടി 24 അതിലൊരു കുറവ് വന്നിട്ടുണ്ട്. അത് ടോട്ടൽ ടോട്ടൽ കേസസ് ആണ് അതുകൊണ്ട് 2016 7,07,870 നിന്നും 5,04,857 കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ 16ഉം 8ഉം 9 വർഷത്തെ കാലം 1, 2, 3, 4, 5, 6, 7, 8, 9 വർഷത്തെ കാലയളവിൽ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ള ക്രൈമുകളുടെ പിക്ചർ എന്ന് പറയുന്നത് നമുക്ക്. അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അലാമിംഗ് ആയിട്ടുള്ള വളരെ ഭയപ്പെടുത്തുന്നൊരു കാഴ്ചയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലല്ല. ചില വർഷങ്ങളിലൊക്കെ വർധനവുണ്ടായിട്ടുണ്ട്, അടുത്ത ചില വർഷങ്ങളിലൊക്കെ അതിന് കുറവുണ്ടായിട്ടുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകൾ മാത്രമേ ഉള്ളൂ. റിപ്പോർട്ട് ചെയ്യുന്നില്ല, രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് നമുക്ക് ലഭ്യമാകുന്നത് പറഞ്ഞത്. അപ്പോൾ ക്രൈം നമുക്ക് തീർച്ചയായിട്ടും ഒരു ശുഭകരമായിട്ടുള്ള അവസ്ഥയല്ല. അത് കേരളത്തിലായാലും ശരി, ഇന്ത്യയിലായാലും ശരി, നമ്മളുടെ ജനജീവിതത്തിന് വളരെ സമാധാനവും സുരക്ഷയും ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും എല്ലാം ക്രൈം റേറ്റ് എത്രയും കുറഞ്ഞിരിക്കുന്നു അത്രയും നല്ലതാണ്. പിന്നെ ക്രൈം റേറ്റ് കൂടുന്തോറും നമ്മളുടെ സ്റ്റേറ്റിൻ്റെ എഫിഷ്യൻസി, അതായത് മറ്റ് മേഖലകളിലേക്ക് അതായത് പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ ചെലവഴിക്കേണ്ട സമയവും വിഭവങ്ങളും നമുക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പൊതുവായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ അത് ബാധിക്കും, ജനങ്ങളിൽ ഭീതി പടർത്തും. അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തിന് അത് അത് സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തിന്, അത് ബിസിനസ് ലൈഫായാലും ശരി, പേഴ്സണൽ ലൈഫായാലും ശരി, അപ്പോൾ നമ്മളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഗ്രോത്തിനെയും അല്ലെങ്കിൽ വളർച്ചയെയും പുരോഗതിയൊക്കെ ബാധിക്കുന്നൊരു കാര്യമാണ് ക്രൈം എന്ന് പറയുന്നത്. അപ്പോൾ ക്രൈമിൻ്റെ റേറ്റ് കുറയ്ക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വം ആണ്. അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള പൗരന്മാരും തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ ഒരു രീതിയിലും എന്തൊക്കെ പ്രലോഭനങ്ങളുണ്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക എന്നുള്ളത് നമ്മളെപ്പോലുള്ള പൗരന്മാരുടെയും കൂടെ ഒരു മുഖ്യ പ്രാഥമികമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമാണ്. കാരണം അത് നമ്മൾ വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ സുരക്ഷയ്ക്കും മാത്രമല്ല, നമ്മളുടെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയൊക്കെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും സമാധാനത്തിനും ഒക്കെ തന്നെ. അതുപോലെ തന്നെ നമ്മളെ കൂടുതൽ സിവിലൈസ്ഡ് ആക്കി മാറ്റിയെടുക്കുവാനും നമ്മൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞ് നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ആവശ്യവും ലക്ഷ്യമാണ്. എന്നിരുന്നാലും നമുക്കറിയാം, നമ്മളുടെ എല്ലാവരുടെയും മനസ്സും മനസാന്നിധ്യവും മനസാക്ഷിയൊന്നും ഒരുപോലെ ആയിരിക്കത്തില്ല. ഇപ്പോൾ ഒരാൾക്കുണ്ടാകേണ്ട മോറൽ അല്ലെങ്കിൽ വാല്യൂസ് മറ്റൊരു വ്യക്തിക്കുണ്ടാകത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ സമൂഹത്തിലുണ്ടാകും, രാജ്യത്തുണ്ടാകും. അപ്പോൾ അതിനെ ഫലപ്രദമായി നേരിടുക എന്നുള്ളത് പോലീസ് സംവിധാനത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ തന്നെ ഒരു ഉത്തരവാദിത്വം കൂടാണ്. അപ്പോൾ ഇതാണ് നമുക്ക് നമ്മുടെ ഇന്ത്യയിലെയും അതുപോലെ തന്നെ കേരളത്തിലെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്രൈമിനെ കുറിച്ചുള്ളൊരു ജനറലായിട്ടുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ സെനറിയോ എന്താണെന്നുള്ളത്, ഗ്രൗണ്ട് റിയാലിറ്റി ഇതാണ്. അപ്പോൾ ഇത് പോലീസിൻ്റെ വെബ്സൈറ്റാണ്. പോലീസിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റിപ്പോർട്ട് അത് രജിസ്റ്റേർഡ് കേസാണ് കേട്ടോ. പോലീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള, അവരുടെ ശ്രദ്ധയിൽ വന്നിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. പിന്നെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ആ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സംസ്ഥാനത്തെ ക്രൈമിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏകദേശ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ചാനൽ ഇത്രയും സപ്പോർട്ട് ചെയ്തതിന് വളരെ നന്ദി. ചാനൽ ഇനിയും സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുമെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് കൂടുതൽ എൻകറേജ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യുക.
അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഹാവ് എ വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ലിസണിങ് ആൻഡ് ഗുഡ് നൈറ്റ്.